സോ കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചത് എന്താണ്? ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസി എങ്ങനെയാണ് മീഡിയ ക്ലാസ് ചെയ്തേക്കുന്നതല്ലേ? സോളിഡ്, സെമി സോളിഡ്, ലിക്വിഡ്, അങ്ങനെ നമുക്ക് ക്ലാസ് ചെയ്യാം. അത് അഗാറിന്റെ എമൗണ്ട് അനുസരിച്ചാണ് കൺസിസ്റ്റൻസി മാറുന്നത്. ഇനി ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ, ഇത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നും, പക്ഷെ നിങ്ങൾ പഠിക്കുക, അതേ വഴിയുള്ളൂ. നമുക്ക് ഓരോന്ന് എന്താണെന്നോ പഠിക്കുക, അതിന്റെ ഓരോന്നിന്റെയും എക്സാമ്പിളും പഠിക്കണം. നിങ്ങൾ ആ എക്സാമ്പിൾ നമ്മൾ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത വാക്കുകളാണ്, പക്ഷെ യു ഹാവ് ടു മക്ക് ഇറ്റ്. അപ്പൊ എങ്ങനെയാണ് കാണപ്പെടാൻ പഠിക്കുക. അപ്പൊ ഈ ഓരോ മീഡിയം കോമ്പോസിഷൻ എന്ന് വെച്ചാല് അതിൻ്റെ അകത്ത് ഈ ബേസിക് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ ബ്രോത്ത് ആണ് ഞാൻ പറഞ്ഞത്. അതിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് കോമ്പോസിഷൻ അതിന്റെ മാറും. ഓക്കെ, അപ്പൊ ഇത് ഓരോ മീഡിയം ഓരോ പർപ്പസ് ഉണ്ട്. നിങ്ങൾ ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ പർപ്പസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയ ഐസൊലേഷൻ ഓഫ് പ്യുവർ കൾച്ചർ നമുക്ക് പഠിക്കാനുള്ളത്, എസ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയ ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു മീഡിയ ഉണ്ടാക്കി കൊടുക്കണം. മനസ്സിലായി? അതിന് പ്രത്യേകം മീഡിയ. എല്ലാ ബാക്ടീരിയയും ജീവിക്കുന്ന ചില മീഡിയ ഉണ്ട്, ചില പെർട്ടിക്കുലർ ബാക്ടീരിയ മാത്രം ജീവിക്കുന്ന മീഡിയ ഉണ്ട്. അപ്പൊ അത് അങ്ങനെയാണ് നമ്മൾ കോമ്പോസിഷൻ മാറ്റുന്നത്. ചിലത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നും, പക്ഷെ ഒന്നല്ലത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം സിമ്പിൾ മീഡിയം അഥവാ ബേസൽ മീഡിയം. നമ്മൾ ആദ്യം പഠിച്ചില്ലേ ന്യൂട്രിയൻ ബ്രോത്ത്, അതൊരു ബേസൽ മീഡിയം. അത്യാവശ്യം ബാക്ടീരിയക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ബേസൽ മീഡിയം കൊടുത്തോളൂ. അതിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. പെപ്റ്റോൺ, മീറ്റ് എക്സ്ട്രാക്ട്, NaCl, വാട്ടർ, ഇതെല്ലാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ന്യൂട്രിയൻ അഗാർ എന്ന് പറയുമ്പോൾ അതിലേക്ക് അഗാർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ന്യൂട്രിയൻ ബ്രോത്തിലേക്ക് അഗാർ ആഡ് ചെയ്താൽ ന്യൂട്രിയൻ അഗാറായി മാറി. ദാറ്റ് ഈസ് സിമ്പിൾ മീഡിയം. ഇനി കോംപ്ലക്സ് മീഡിയം എന്ന് പറഞ്ഞാൽ സിമ്പിൾ മീഡിയത്തിലേക്ക് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് കോംപ്ലക്സ് മീഡിയം. നെക്സ്റ്റ് സിന്തറ്റിക് ഓർ ഡിഫൈൻഡ് മീഡിയം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, മീറ്റ് എക്സ്ട്രാക്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പ്രോട്ടീൻ ഇത്ര, ഫാറ്റ് ഇത്ര, നമുക്ക് കൃത്യമായിട്ട് അളന്നല്ലല്ലോ നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മൾ മീറ്റ് കുറച്ച് എക്സ്ട്രാക്ട് ചെയ്ത് ആഡ് ചെയ്യുന്നു. അപ്പൊ അതിൽ പലതും കാണും, പ്രോട്ടീൻ കാണും, അതിന്റെ ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് എന്തെങ്കിലുമൊക്കെ കാണും ഇവിടെ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അളന്ന് തൂക്കിയല്ല മീറ്റ് എക്സ്ട്രാക്ട് വെയിറ്റ് എടുക്കുന്നതല്ല, അത് അതിന്റെ ഇൻഡിവിജ്വൽ കമ്പോണൻസ് അളക്കുന്നില്ല. പക്ഷെ സിന്തറ്റിക് അഥവാ ഡിഫൈൻഡ് മീഡിയയില് വാട്ട് എവർ കെമിക്കൽ സബ്സ്റ്റൻസ്, അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഇത്ര, പ്രോട്ടീൻ ഇത്ര വെയിറ്റ് എടുത്ത് കറക്റ്റ് കോമ്പോസിഷൻ അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്ന മീഡിയ ആണ് സിന്തറ്റിക് അഥവാ ഡിഫൈൻഡ് മീഡിയ. മനസ്സിലായോ? ഇപ്പൊ അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മള് ഫ്രൂട്ട്സിനകത്ത് ഫ്രക്ടോസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പൊ ഒരു ഓറഞ്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഫ്രക്ടോസ് കഴിച്ചോ നമുക്ക് അറിയത്തില്ലല്ലോ. ഫ്രക്ടോസ് കഴിച്ചോന്നല്ലേ അറിയത്തുള്ളൂ. അപ്പൊ ഒരു ഫ്രൂട്ടിന്റെ അകത്ത് 1 ഗ്രാമിന്റെ അകത്ത് 100 മില്ലിഗ്രാം ഫ്രക്ടോസ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ 1 ഗ്രാം ഓറഞ്ച് കഴിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് 100 മില്ലിഗ്രാം ഫ്രക്ടോസ് ചെന്നു എന്ന് നമ്മൾ പറയാം. പകരം നമ്മൾ 100 മില്ലിഗ്രാം ഫ്രക്ടോസ് വെള്ളത്തിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ എക്സാക്ട് കോമ്പോസിഷൻ അറിയാമല്ലോ അത്. അപ്പൊ അത് സിന്തറ്റിക് മീഡിയ ആയി. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഒരു കാരണവശാലും പരീക്ഷയ്ക്ക് കിട്ടുന്ന എക്സാമ്പിൾ അല്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. അപ്പൊ സിന്തറ്റിക് ഓർ ഡിഫൈൻഡ് മീഡിയ എന്ന് വെച്ചാൽ വാട്ട് എവർ മീഡിയ യു ആർ പ്രിപ്പയറിംഗ് അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. മനസ്സിലായി? അല്ലെ മെറ്റബോളിക് റിക്വയർമെന്റ്സിനാണ് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ സ്റ്റഡീസ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മീഡിയ ആണ് സിന്തറ്റിക് മീഡിയ അഥവാ ഡിഫൈൻഡ് മീഡിയ. ഓക്കെ, ഇനി എൻറിച്ച്ഡ് മീഡിയ, അതായത് നമ്മുടെ ബേസൽ മീഡിയയെ കുറച്ചുകൂടെ എൻറിച്ച് ചെയ്യുക, എന്തെങ്കിലും മെറ്റീരിയൽ ആഡ് ചെയ്ത് എൻറിച്ച് ചെയ്യുന്നതിനാണ് എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ, എഗ് മീഡിയം. അപ്പൊ ഇതിന് നമ്മുടെ ബേസൽ മീഡിയത്തിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എൻറിച്ച്ഡ് മീഡിയ ആയി. ഇനി എൻറിച്ച്മെന്റ് മീഡിയ എന്ന് വെച്ചാൽ ദ സബ്സ്റ്റൻസ്, വാട്ട് എവർ സബ്സ്റ്റൻസ് യു ആർ ആഡിങ്. ഇവിടെ എൻറിച്ച്ഡ് മീഡിയ എന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ബ്ലഡോ സിറമോ എഗോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ബേസൽ മീഡിയത്തിൽ. എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറഞ്ഞാൽ ഈ സബ്സ്റ്റൻസ് നമ്മൾ ലിക്വിഡ് മീഡിയത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ദാറ്റ് ബിക്കംസ് എൻറിച്ച്മെന്റ് മീഡിയ. ഇത് സോളിഡ് മീഡിയം ആണ്. മനസ്സിലായി? ഇവിടെ ലിക്വിഡ് മീഡിയത്തിന്റെ അകത്തോട്ടാണ് ഈ അഡീഷണൽ സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ ദാറ്റ് ഈസ് കോൾഡ് എൻറിച്ച്മെന്റ് മീഡിയ. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബാക്ടീരിയ നമ്മൾ കൾച്ചർ ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ടെട്രാഥയോണേറ്റ് ഇൻഹിബിറ്റ്സ് കോളിഫോംസ് വൈൽ ടൈഫോയിഡ്, പാരടൈഫോയിഡ്, ബാസിലൈ ഗ്രോ ഫ്രീലി. അപ്പം നമുക്ക് ഇതെല്ലാം നിങ്ങൾക്ക് പുതിയ വാക്കുകളാണ്. നമ്മൾ മൈക്രോബയോളജി അത്ര ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇതെല്ലാം പുതിയ വാക്ക്, ബട്ട് യു ഹാവ് ടു മക്കപ്പ്. അപ്പം ഈ കോളിഫോംസ് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബാക്ടീരിയ, ബാസിലൈ വേറെ ടൈപ്പ് ഓഫ് ബാക്ടീരിയ. മനസ്സിലായോ? ഇപ്പൊ ടെട്രാഥയോണേറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ള ഒരു മീഡിയം ആണെങ്കിൽ അത് കോളിഫോംസിനെ വളരാൻ അനുവദിക്കത്തില്ല. പക്ഷെ ടൈഫോയിഡ്, പാരടൈഫോയിഡ് ഈസി ആയിട്ട് അവിടെ ഗ്രോ ചെയ്യും. അപ്പൊ നമുക്ക് ഇഫ് യു ഹാവ് എ മിക്സ്ചർ ഓഫ് കോളിഫോം ആൻഡ് ബാസിലൈ, എന്ത് ചെയ്യണം, മീഡിയത്തിനകത്തേക്ക് കുറച്ച് ടെട്രാഥയോണേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് പറ്റും, കോളിഫോം എല്ലാം ചത്തും ബാസിലൈ ജീവിക്കും. അത്തരത്തിലുള്ള മീഡിയ ആണ് എൻറിച്ച്മെന്റ് മീഡിയ. ഓക്കെ, കൺഫ്യൂഷൻ ആയില്ലല്ലോ? മനസ്സിലായല്ലോ നിങ്ങൾക്ക് പറഞ്ഞത്?